മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹി ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്ത എല്ലാവരും അറിയുന്നുണ്ട്, ശത്രുക്കൾ ഒഴികെ. എന്തായാലും ഈ സമയം എല്ലാവർക്കും ഒത്തിരി സന്തോഷമാവുകയാണ്. ലേഖയും അനന്തവും പറയുന്നുണ്ട്, ഈ ഒരു അവസ്ഥയിൽ വീട്ടിലേക്ക് പോകുന്നത് അതത്ര നല്ല കാര്യമല്ല, മഹിയുടെ കുഞ്ഞിന് ആപത്താണെന്നൊക്കെ പറയുമ്പോൾ അവർ സത്യം മനസ്സിലാക്കുന്നിടത്തോളം കാലം അവിടെ സേഫാണ്, അല്ലാത്ത പക്ഷം അവിടെ സേഫ് അല്ല എന്ന് അറിയാം. പിന്നെ ഗർഭകാലത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഇവിടെ തന്നെയായിരിക്കും, ലേഖ തന്നെയായിരിക്കും മഹിയെ നോക്കുന്നുണ്ടാവുക എന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട്. എന്തായാലും യാത്ര പറഞ്ഞ് അവരാണെങ്കിൽ കമലേശ്വരത്തിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് ദുർഗയാണെങ്കിൽ കുത്തുവാക്കുകൾ കൊണ്ട് മൂടുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ കാര്യമാക്കാതെ മഹിയും കണ്ണനും റൂമിലേക്ക് പോവുകയാണ്. അതിനുശേഷം അവരുടേതായിട്ടുള്ള സ്വർഗത്തിൽ അവരാണെങ്കിൽ ഒരു സന്തോഷം ആഘോഷിക്കുന്നുണ്ട്. പിന്നീട് മഹി പറയുകയാണ്, അമ്മ പറഞ്ഞതുപോലെ തന്നെ തനിക്ക് ഒരു അമ്മയാകാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നു, തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജീവൻ വന്നിരിക്കുന്നു, ആ അമ്മയോട് നന്ദി പറയണം. കാരണം ആ ദിവസം തന്നെയാണ് ഞാൻ ഗർഭിണിയാണെന്നുള്ള വാർത്ത അറിഞ്ഞത്. ഇനിയും ആ സിദ്ധയായിട്ടുള്ള അമ്മ നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് തനിക്ക് അറിയണമെന്നും അതിനോട് ആകാംക്ഷയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനായിട്ട് അമ്മയ്ക്കരികിലേക്ക് മഹി പോവുകയാണ്. ക്ഷേത്രത്തിലേക്ക് പോയിട്ട് അമ്മയെ കാണുന്നുണ്ട്. ഗർഭകാലം അതികഠിനമായിരിക്കുമെന്നും കുഞ്ഞിൻ്റെ ജനനം ഒരുപാട് പ്രതിസന്ധികൾ മറികടന്നുകൊണ്ടായിരിക്കുമെന്നൊക്കെ മഹിയോട് പറയുന്നു. പക്ഷേ പേടിക്കരുത്, ഒരു കാരണവശാലും കുഞ്ഞിനും തനിക്കും യാതൊരു പ്രശ്നവും പറ്റില്ല, ശത്രുക്കൾക്ക് നടുവിലായതുകൊണ്ട് മാത്രമാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരിക എന്നിങ്ങനെ മഹിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിന്നീട് മഹിയാണെങ്കിൽ സന്തോഷത്തോട് കൂടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ഈ സമയം ദുർഗയാവട്ടെ കണ്ണന് ജ്യൂസുമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ കണ്ണനാണെങ്കിൽ വിട്ടു കൊടുക്കുന്നില്ല. കണ്ണൻ പറയുന്നുണ്ട്, ഈ ജ്യൂസ് വിശ്വസിച്ച് എനിക്ക് കുടിക്കാൻ പറ്റുമോ? ഈ വീട്ടിൽ വേറെ ആരുമില്ല, ഉള്ളത് അമ്മയും മോനും മാത്രമാണ്. എൻ്റെ ഭാര്യയാണെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുക, ഇത് കുടിച്ച് എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതേടാ നീ ഇങ്ങനെ തന്നെ ചോദിക്കണം, ഇതിനു മുന്നും ഞാൻ തന്നെയായിരുന്നു നിനക്ക് എല്ലാം ചെയ്തു തന്നിരുന്നതെന്നൊക്കെ പറയുമ്പോൾ, അന്ന് എൻ്റെ ഭാര്യ മഹാലക്ഷ്മി എൻ്റെ ജീവിതത്തിലില്ലായിരുന്നു, ഇന്നിപ്പോൾ അതല്ലല്ലോ, കഥകൾ മാറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അവിടേക്ക് മഹി വരികയാണ്. എന്താ കണ്ണേട്ടാ, എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഒരു ജ്യൂസ് തന്നു, അത് കുടിക്കണമോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുകയെന്നും പറയുമ്പോൾ, കുടിക്കാത്തതായിരിക്കും ജീവൻ നല്ലതെന്നിങ്ങനെ മഹിയും പറയുന്നു. എടി നിൻ്റെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങൾ സ്വന്തം മോളാണെന്ന് പോലും നോക്കാതെ ക്രൂരത ചെയ്ത കൂട്ടത്തിലാണ്, അപ്പോൾ പിന്നെ കണ്ണേട്ടനുള്ള ജ്യൂസ് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് മഹിയാണെങ്കിൽ കണ്ണന് ചന്ദനക്കുറിയൊക്കെ തൊട്ട് കൊടുക്കുകയാണ്. അല്ല നീ നിൻ്റെ അമ്മയൊക്കെ മുടങ്ങാതെ എല്ലാ ദിവസവും അമ്പലത്തിലേക്ക് പോകുന്നുണ്ടല്ലോ, ആര് നശിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ ദുർഗ ചോദിക്കുകയാണ്. ഞങ്ങൾ ആരും നശിക്കാൻ വേണ്ടിയിട്ടൊന്നും പ്രാർത്ഥിക്കുന്നില്ല, പിന്നെ ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, അവിടേക്ക് പോകുന്നത് സമാധാനത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് മഹിയാണെങ്കിൽ തിരിഞ്ഞ് നടക്കുകയാണ്. പെട്ടെന്നാണ് അവൾ കാൽ തന്നെ താഴേക്ക് വീഴുന്നത്. ദുർഗ അവിടേക്ക് നോക്കി ഷോക്കാവുന്നുണ്ട്. കണ്ണനാണെങ്കിൽ ആ കാഴ്ച കണ്ട് ആകെ വല്ലാതെയാവുകയാണ്. കാരണം മഹിയുടെ വയറ്റിൽ തൻ്റെ കുഞ്ഞുണ്ട്. അങ്ങനെ കണ്ണൻ പെട്ടെന്ന് വീൽ ചെയർ വിട്ട് നിൽക്കുന്നുണ്ട്. മഹിയാണെങ്കിൽ ആ കാഴ്ച കണ്ട് ദുർഗ തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പായി തന്നെ കണ്ണനോട് ഇരിക്കാനായിട്ട് പറയുകയാണ്. ദുർഗയ്ക്കാണെങ്കിൽ ചെറിയൊരു സംശയം തോന്നുന്നുണ്ട്. കാരണം കണ്ണൻ എഴുന്നേറ്റോ എന്നുള്ളൊരു പൊടിക്ക് ആ ഒരു സീൻ അവർ കാണുന്നുണ്ട്. എന്തായാലും താൽക്കാലികമായിട്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ മഹിയാണെങ്കിൽ റൂമിലേക്ക് പോകുന്നുണ്ട്. കണ്ണൻ ചോദിക്കുകയാണ് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ. ഒന്നും പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ആ അമ്മ പറഞ്ഞ കാര്യങ്ങൾ കൂടി പറയുന്നു. അതികഠിനമായിരിക്കും പ്രസവകാലമെന്നും ജനനം സമയത്തൊക്കെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോൾ കണ്ണനാണെങ്കിൽ ആകെ ടെൻഷൻ ആവുകയാണ്. എന്തായാലും ഈ സമയം മോഹിനി ആവട്ടെ തൻ്റെ മകൾക്ക് കഴിക്കാനുള്ള ഇഷ്ടപലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് കൊണ്ടുപോകും വേണം, കാരണം വിവാഹ വാർഷികമാണല്ലോ. അങ്ങനെ ഒട്ടും മടി കൂടാതെ തന്നെ നമ്മുടെ കരുണയും മുത്തശ്ശിയും കൂടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് എങ്ങോട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? അത് പിന്നെ നിനക്കും മഹാലക്ഷ്മിക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരാമെന്ന് കരുതി. എനിക്കോ അതോ നിങ്ങളുടെ മകൾ മഹാലക്ഷ്മിക്ക് മാത്രമാണോ? അതെന്താ മോളെ അങ്ങനെ ചോദിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും എൻ്റെ മക്കളല്ലേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും തുല്യമായി തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയണം. വെഡ്ഡിങ് ആനിവേഴ്സറി പിന്നെ എനിക്ക് ബാധകമല്ല, കാരണം ഭർത്താവില്ലാത്ത എനിക്ക് എങ്ങനെയാണ് വെഡ്ഡിങ് ആനിവേഴ്സറി? അങ്ങനെ മോഹിനി പറയുന്നുണ്ട്, മോള് ഉണ്ണിയോട് ചെന്ന് മിണ്ടിയാൽ പോരെ, കാര്യം കഴിഞ്ഞില്ലേ? ഒരു കാര്യം ചെയ്യും, മോളും അമ്മയോടൊപ്പം വായോ, ഞാൻ എന്തായാലും കമലേശ്വരത്തിലേക്ക് പോകുന്നുണ്ടെന്നൊക്കെ മോഹിനി പറയുന്നു. അതിനെ വേറെ ആളെ നോക്കിയാൽ മതി, കരുണ വരില്ല എന്നൊക്കെ പറയുകയാണ്. പിന്നെ നീ എത്രത്തോളം പലഹാരം ഉണ്ടാക്കിയാലും ഒരു കാര്യമില്ലടി, ഈ പലഹാരങ്ങളൊക്കെ ഗർഭിണികളെ കഴിക്കേണ്ടത്, ഇതിപ്പോൾ ഗർഭിണികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെയാണല്ലോ നീ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത്. ഒരു കാര്യത്തിൽ മാത്രം ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്, ഈ ജന്മം അവൾക്ക് ഒരു അമ്മയാകാനായിട്ട് കഴിയില്ലല്ലോ, കാരണം വീൽ ചെയർ കുത്തിക്കൊണ്ട് നടക്കുന്നവനാണല്ലോ ഈ പറയുന്ന മഹാലക്ഷ്മിയുടെ ഭർത്താവ്. പക്ഷേ എൻ്റെ മോൾക്ക് അങ്ങനെയല്ല, അവൾക്ക് വിചാരിക്കുന്ന സമയത്ത് തന്നെ അമ്മയാകാമെന്നൊക്കെ അങ്ങനെ പറയുകയാണ്. അങ്ങനെ മോഹിനി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതിന് ആര് പറഞ്ഞു
അവൾക്ക് അമ്മയാകണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അവളിപ്പോൾ ഈ ജീവിതത്തിൽ സന്തോഷവതിയാണെന്ന് മോഹിനി പറയുകയാണ്. ശത്രുക്കളുടെ വായ അടപ്പിക്കുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം ഇന്നത്തെ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.